പ്രൈസ് ദി ലോർഡ്. വേഗമരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ കർത്താവ് നമുക്കൊരു ദിവസം കൂടി ദാനമായി തന്നു. ഓരോ ദിവസവും ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ലഭിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രമാത്രം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ആരെങ്കിലും നമുക്കൊരു ഉപകാരം ചെയ്താൽ, നമുക്കൊരു ദാനം തന്നാൽ നിശ്ചയമായും നാം അവരോട് നന്ദിയുള്ളവരായിരിക്കണം. ക്രിസ്ത്യ ജീവിതം എപ്പോഴും നന്ദി കൊണ്ട് നിറയപ്പെട്ട ജീവിതമാണ്. കൊളോസ്യർ 3:15 വായിക്കുന്നുണ്ട്, നന്ദിയുള്ളവരായിരിക്കും. അതിൻ്റെ അവസാനം നമ്മൾ ചിന്തിക്കണം, നമുക്കിന്ന് നന്ദിയുണ്ടോ? എപ്പോഴും നമുക്ക് നമ്മുടെ അധരങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവം ഒരു വിശുദ്ധന് അനിവാര്യമാണ്. കാരണം നമ്മൾ എണ്ണിയാൽ തീരാത്ത നന്മകൾ ഓരോ നിമിഷത്തിലും കർത്താവിൽ നിന്ന് പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസവും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ളതെല്ലാം തിരുവചനത്തിലൂടെയാണ്. കാരണം കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 6:63, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു. അപ്പോൾ ഒരു ആത്മീയനായ ദൈവപൈതലിന് എപ്പോഴും വചനം കേൾക്കുന്നത് വളരെ സന്തോഷവും വളരെ ആനന്ദവുമാണ്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയായിരിക്കുമെന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയാണ്. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് പ്രേരണ തന്നത് പൗലോസ്ലീഹായുടെ തൻ്റെ ജീവിതയാത്രയുടെ അന്തിമ മൊഴികൾ എന്ന് പറയാവുന്ന നിലയിൽ പറയാവുന്ന 2-3 വാക്യങ്ങളാണ്. തൻ്റെ ജീവിതം ക്രിസ്തുവിൽ എങ്ങനെയായിരുന്നു, ആ ജീവിതത്തിൻ്റെ അവസാനത്തിൽ താൻ പറഞ്ഞ സാക്ഷ്യം എത്ര വിലപ്പെട്ടതാണ്. അത് നമുക്ക് വായിക്കാൻ കഴിയുന്നത് 2 തിമോത്തിയോസ് 4-6 മുതൽ 8 വരെയുള്ള വാക്യമാണ്. 2 തിമോത്തിയോസ് chapter 4 verse 6-8. വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലും നമുക്കങ്ങനെ പറയുവാനിടയാകട്ടെ. അങ്ങനെ ഒരു നല്ല മാതൃകാപരമായ ജീവിതം നയിച്ചുകൊണ്ട് കർത്താവിനെ ഉയർത്തുവാനും കർത്താവിൻ്റെ ജ്ഞാനത്തിൻ്റെ സുഗന്ധം പരത്തിക്കൊണ്ട് ഓരോ നിമിഷവും ജീവിപ്പാനും എന്നെ കേൾക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും ഇടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 2 തിമോത്തിയോസ് 4-ാം 6 മുതൽ 8 വരെ. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. എൻ്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷത്തിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. എത്ര അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സാക്ഷ്യമാണ്. തൻ്റെ ജീവിത അന്ത്യത്തിൽ താൻ പറയുന്ന കാര്യമാണ്. എല്ലാ ദൈവമക്കളോടും ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിലും നമുക്കിങ്ങനെ പറയണമെന്ന് നമുക്ക് ആഗ്രഹമില്ലേ? നിശ്ചയമായും വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ നമ്മൾ വില കൊടുത്തേ മതിയാവും. പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ താൻ കർത്താവിനെ അറിയുന്നതിന് മുൻപ് യഥാർത്ഥത്തിൽ താനൊരു ക്രിസ്തു വിരോധിയായിരുന്നു, അല്ലെങ്കിൽ ദൈവസഭയെ മുടിച്ചു പോന്നവനായിരുന്നു. എന്നാൽ കർത്താവിനാൽ പിടിക്കപ്പെട്ട ശേഷം ഈ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഓടുന്ന ഒരു അനുഗ്രഹീതമായ ഓട്ടം നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കും. ഇപ്പോഴും കർത്താവിനെ മാത്രം ലക്ഷ്യമാക്കിയും ആ കർത്താവിനെ ആശ്രയിച്ചും കർത്താവിനെ എല്ലാ നിലയിലും ഉയർത്തിയുള്ള ജീവിതമായിരിക്കും. അത് നമുക്ക് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനായ പൗലോസ്ലീഹായുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. തൻ്റെ ജീവിതയാത്ര അതെത്രമാത്രം പൗലോസ്ലീഹാ 1 കൊരിന്ത്യർ 11:1 പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ. കർത്താവിനെ ഇതുപോലെ അനുകരിച്ച മറ്റൊരു ശിഷ്യനെ നമുക്ക് കാണാൻ കഴിയില്ല. അത്രമാത്രം കർത്താവിനോടുള്ള ബഹുമാനത്തിൽ, കർത്താവിനോടുള്ള സ്നേഹത്തിൽ താൻ കർത്താവിൻ്റെ കാൽച്ചുവടുകൾ പിൻപറ്റുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പം നമ്മുടെ ജീവിതത്തിലും നമ്മൾക്ക് ഓരോ ദിവസവും കർത്താവിനെ പിൻപറ്റുവാൻ കഴിയുന്നു എന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണ്. ഇവിടെ പൗലോസ്ലീഹാ തൻ്റെ ജീവിതാന്ത്യത്തോടുള്ള ആ സമയത്ത് പറയുന്ന കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. ഇതിനെ ഞാനൊരു 4-5 കാര്യമായിട്ട് അത് പറയാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ കാര്യം 6-ാം വാക്യമാണ്. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. അപ്പോൾ പാനീയയാഗം നമുക്കറിയാം,
ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള യാഗത്തിൽ വീഞ്ഞ് പകർന്ന് ദൈവത്തിനത് സുഗന്ധദായകമായി മാറ്റുന്ന കാര്യമായിട്ട് നമ്മൾ സംഖ്യാപുസ്തകം 15-ാം അധ്യായം അത് മുഴുവനും വായിക്കുന്നത് നല്ലതാണ്. അത് ഈ പാനീയാഗത്തെ വളരെ ഉയർത്തി കാട്ടുന്ന ഒരു അധ്യായമാണ്. ഒപ്പം തന്നെ 28-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം സംഖ്യാപുസ്തകം. അപ്പോൾ നമ്മൾ എല്ലാ വാക്യങ്ങളും എടുത്തിപ്പോൾ വായിക്കുന്നില്ല. ഞാനത് നിങ്ങൾ ഓർപ്പിക്കാതെ എല്ലാവരും എടുത്ത് വായിക്കുമ്പോൾ നമ്മുടെ ആ സമയം പോകും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെ ഈ യാഗപീഠത്തിൽ വീഞ്ഞ് പകർന്നതുപോലെ തൻ്റെ അവസാന തുള്ളി വരെയും താൻ ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി, സുഗന്ധം വരുത്തേണ്ടതിന് വേണ്ടി താൻ ചെയ്യുന്നതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുക. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതം അങ്ങനെ സുഗന്ധപൂർണമായിരിക്കണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്താൽ നടത്തപ്പെടുന്ന എല്ലാ ദൈവമക്കളുടെയും ജീവിതം അങ്ങനെയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ 2 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്കും അവിടെയും പൗലോസ് പറയുന്ന ഒരു നല്ല സാക്ഷ്യവചനമുണ്ട്. 2 കൊരിന്ത്യർ chapter 2, 14 and 15. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. ഓ, എന്താ ദൈവമക്കളെ, നമ്മൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായി മറ്റുള്ളവർക്ക് അത് അനുഭവപ്പെടേണ്ടതാകണം. കർത്താവിനാൽ നടത്തപ്പെടുന്ന ദൈവമക്കളിലൂടെ ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അപ്പം ഇവിടെ താൻ ഇങ്ങനെയൊരു പാനീയാഗമായി ഒഴിക്കപ്പെട്ട് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി താനായിത്തീരുന്ന അനുഭവം വളരെ വിലപ്പെട്ട കാര്യമാണ്. ഇന്ന് അനേകരുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറുന്നില്ല. നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറണം. നമ്മുടെ സാമീപ്യം അവർക്ക് വളരെ സന്തോഷം പ്രദാനം ചെയ്യണം. നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് നമുക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാൻ ഇടയായിത്തീരണം. ഇന്ന് അനേകരും ദൈവവചനം കേൾക്കുന്നുവെങ്കിലും ആത്മീയമായിട്ടുള്ള ഒരു പുഷ്ടി പ്രാപിക്കാത്തതിന് ഒരു കാരണം ഞാൻ പറയട്ടെ. നമ്മൾ ഈ കേൾക്കുന്ന ഈ വചനങ്ങളെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാറില്ല. ദൈവമക്കളെ, നമ്മൾ കേൾക്കുന്ന ഓരോ ദിവസം കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് കേൾക്കുവാൻ അവസരം ലഭിക്കാതെ പോയവരുണ്ട്. അവരുമായിട്ട് നമ്മൾ പങ്കുവയ്ക്കുവാൻ മറന്നു പോകരുത്. അത് നിശ്ചയമായും നമ്മുടെ ഒരു കടപ്പാടാണ്. നമ്മളത് ചെയ്യണം. നമുക്ക് ദൈവസേനയിൽ പോയി നമ്മളത് കർത്താവിൽ നിന്നും പ്രാപിക്കുക. ഒരു ദൈവദാസനോട് നമ്മൾ കേൾക്കുകയായിരിക്കാം. അതും നമ്മൾ കർത്താവിൽ നിന്നും പ്രാപിക്കുന്നൊരു അനുഭവമാണ്. പൗലോസ്യയുടെ ജീവിത അനുഭവം താൻ പറയുമ്പോഴത്തേക്കും അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ കാര്യം, Acts chapter 20 verse 20 and 27. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം ഞാൻ ആദ്യം വായിക്കാം. പിന്നെ കർത്താവിനെ സേവിച്ചു വന്നുവെന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. നോക്കുക, പ്രയോജനമുള്ളതൊന്നും ദേവദാസൻ മറച്ചു വച്ചില്ല. ഇന്ന് നിത്യതയ്ക്ക് പ്രയോജനമുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന, നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് കേൾക്കാൻ പോലും താല്പര്യം ഉണ്ടാകില്ല. നോക്കണേ, ഇന്നങ്ങനെ ഒരു കാലഘട്ടമാണ്. സത്യം അറിയുവാനോ ആ സത്യത്തെ പിൻപറ്റാനോ ആഗ്രഹിക്കുന്നവർ വളരെ കുറവാണ്. നമ്മുടെ തിരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടാൽ അത് നിത്യയിലേക്ക് തീരാ നഷ്ടമായി മാറും. ഇവിടെ പൗലോസിലെ പറയുന്നത് എന്ത് ചെയ്തെന്നാണ്? പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ അത് പരസ്യമായും പറഞ്ഞു, വീടുകളിൽ ചെന്ന് ഓരോരുത്തരെ കണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചു. എത്ര നല്ല ആത്മാർത്ഥതയാണ്! എന്താണ് കാരണം? അവർ ആത്മീയ സത്യങ്ങൾ മനസ്സിലാക്കണം. അവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. അതാ ദൈവദാസൻ ആഗ്രഹിച്ചത്, അല്ലേ? വളരെ വിലപ്പെട്ട കാര്യമാണ് ദൈവമക്കളെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിൽ നിന്നും ലഭിക്കുന്നത് മറ്റുള്ളവരിലേക്ക് പകരുവാനായിട്ട് കഴിയണം. അതായത് 27-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ
ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ നമ്മൾ യിരെമ്യാ പ്രവചനം 26-ന്റെ 2-ാം വാക്യത്തിൻ്റെ അവസാനം ഒട്ടും മറച്ചു വയ്ക്കരുത്. അല്ലെങ്കിൽ ഈ കാര്യങ്ങളെ ഒട്ടും നമ്മൾ ഞാൻ ആ വാക്യം ഒന്ന് എടുത്ത് വായിക്കാം. യിരെമ്യാ 26:2 അതിൻ്റെ ലാസ്റ്റ് പാർട്ട് 26:2 അതിൻ്റെ അവസാനം ഒരു വാക്കും വിട്ടുകളയരുത്. ഉണ്ടോ? വളരെ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. അതിൻ്റെ അവസാനം പറയാണ് ഒരു വാക്കും വിട്ടുകളയരുത് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളോട് പറയുന്ന ഒരു വാക്ക് പോലും വിട്ടുകളയാൻ പാടില്ല ദൈവമക്കളെ. അതൊരു വിലപ്പെട്ട കാര്യമല്ലേ? നമ്മൾ കർത്താവ് പറയുന്നത് അതുപോലെ തന്നെ പറയുവാനായിട്ട് നമുക്ക് കടപ്പാടുണ്ട്. തിരുവചനത്തിൽ നിന്നും നമ്മൾ സത്യം നമുക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് പ്രകാശിപ്പിച്ച് തരുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരെ നമ്മൾ പഠിപ്പിക്കണം. അത് അവർ കേൾക്കുമോ, അവരനുസരിക്കുമോ, മറുതലിക്കുമോ, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ആ യാഥാർത്ഥ്യങ്ങളെ ഉള്ളതുപോലെ പഠിപ്പിക്കണം. ഞാൻ പല ഇടങ്ങളിലും പോകുമ്പോൾ അവിടെയുള്ള സഭയിൽ പലരും പറയാറുണ്ട്, ഞങ്ങളോട് ദേവദാസൻ ഇതൊന്നും ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ അവരോട് ചോദിക്കുമ്പോൾ, ആ ദേവദാസനോട് ചോദിക്കുമ്പം അവർ പറയുന്നത്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാ പിന്നെ നിൽക്കുന്ന സഭയിൽ? എണ്ണം ഉണ്ടായില്ല, എല്ലാം വിട്ടുപോയിക്കളയും. എത്ര അബദ്ധ ചിന്തയല്ലേ പ്രിയ ദൈവമക്കളെ. നമ്മൾ ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. നമുക്ക് ദൈവവചനത്തോട് എന്നും കൂട്ടാനോ കുറയ്ക്കാനോ നമുക്ക് യാതൊരു അധികാരവും ഇല്ല. നമ്മളങ്ങനെ ചെയ്താൽ നമ്മൾ ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായി. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ പിശാചിൻ്റെ പാമ്പിലൂടെ ഈ പിശാച് വന്ന് ഹവ്വയോട് സംസാരിക്കുമ്പോൾ അവിടെ ഹവ്വ എന്താ ചെയ്തത്? അവിടെ ദൈവം പറഞ്ഞതിനോട് അല്പം ഒന്ന് കൂട്ടി. നിങ്ങൾക്കറിയാം അല്ലേ? ഉൽപ്പത്തി 3:3 എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉണ്ടോ? തൊടുകയരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും പറഞ്ഞില്ല. എന്നാൽ ഹവ്വ തൻ്റേതായിട്ട് അത് കൂട്ടിച്ചേർത്തു. അപ്പോൾ അതൊരു വീഴ്ചയുടെ പടികളാണ്. ദൈവവചനത്തോട് നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് നമുക്ക് നിത്യതയ്ക്ക് വലിയ നഷ്ടം വരുത്തും. അത് നമ്മൾ ഈ വേദപുസ്തകത്തിൻ്റെ അവസാനം 22-ാം അധ്യായം അതിന് 18-19 വാക്യം വായിക്കുമ്പോൾ, റെവലേഷൻ ചാപ്റ്റർ 22, 18 and 19 ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ശക്തമായൊരു മുന്നറിയിപ്പ് നമുക്കവിടെ കാണാൻ കഴിയും. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്നും ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവപുസ്തകത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. അയ്യോ, നമ്മൾ ശ്രദ്ധിക്കണം ദൈവമക്കളെ, എത്ര വിലപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇതിനെ ഗൗരവമായി കണ്ടില്ല എങ്കിൽ അത് നമുക്ക് നിത്യതയിലേക്ക് വലിയ നഷ്ടം വരുത്തിവെക്കും. മനസ്സിലാക്കണം, ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഇത് ശുദ്ധി ചെയ്ത വചനമാണ്. ഈ വചനത്തിൽ ആർക്കും കൂട്ടാനും കുറയ്ക്കാനും അധികാരമില്ല. അങ്ങനെ ചെയ്താൽ അത് വലിയ നിത്യതയിൽ വലിയ നഷ്ടമായിട്ട് ഭവിക്കും. ഇന്ന് അനേകരും വചനത്തിൽ കൂട്ടിച്ചേർക്കുന്നു. പൗലോസ് അതിനെക്കുറിച്ച് പറയുമ്പോൾ 2 കൊരിന്ത്യർ അതിൻ്റെ 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ താൻ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല. അതിൻ്റെ അർത്ഥം അപ്പോസ്തലന്മാരുടെ കാലത്ത് തന്നെ ദൈവവചനത്തിൽ അനേകർ കൂട്ടിച്ചേർക്കുമായിരുന്നു എന്നാണ്. അനേകർ നോക്കുക, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെ അല്ല, നിർമ്മലതയോടും ദൈവത്തിൻ്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. അതായത് സത്യം. നമ്മൾ ക്രിസ്തുവിൽ സംസാരിക്കുക,
അപ്പോൾ അല്ലെങ്കിൽ ക്രിസ്തു നമ്മളിലൂടെ സംസാരിക്കുന്ന ഒരു അനുഭവം ദൈവവചന ഘോഷണത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ആത്മനിയന്ത്രിതമായിരിക്കണം, അത് കൃത്യതയുള്ളതായിരിക്കണം. എത്ര വിലപ്പെട്ട കാര്യങ്ങളാണ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കണം. ദൈവവചനത്തോട് കൂട്ടാനോ കുറയ്ക്കാനോ ആർക്കും അധികാരമില്ല. അപ്പോൾ നമുക്കിന്ന് കേൾക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനത്തെ നമ്മളത് എങ്ങനെയാണ് ഒന്ന് അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവം പറയുന്നത് അതുപോലെ അനുസരിക്കാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം. അതിൽ എവിടെയെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടായാൽ അതും ശിക്ഷായോഗ്യമാണ്. ശൗലിനോട് അമാലേക്കരെ മുഴുവൻ നിഗ്രഹിക്കാൻ, അവിടെയുള്ളത് മുഴുവൻ നശിപ്പിക്കാൻ പറഞ്ഞു. പക്ഷേ അവൻ എന്ത് ചെയ്തില്ല? അവൻ എല്ലാത്തെയും നശിപ്പിച്ചില്ല. പഠിപ്പിച്ചതും കൊടുത്തതുമായതിനെ എല്ലാം കൊണ്ടുവന്നു. എന്നിട്ട് പറയാണ്, നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പറയണത് കേൾക്കണേ. അവൻ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചില്ല. അതുകൊണ്ട് അവന് ആ രാജപദവി നഷ്ടപ്പെടുകയാണ്. നോക്കുക, എത്ര വലിയ നഷ്ടമാണ് പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ ആത്മാവിനെ വിട്ടുമാറുകയാണ്, പിന്നെ ഒരു ദുരാത്മാവ് വന്ന് ബാധിക്കുക. നോക്കണം, ദൈവത്തെ അനുസരിക്കാതെ വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എത്ര ഭയങ്കരമാണ്. അല്ല, നമ്മൾ അതിനെ കുറച്ച് കാണുകയോ അല്ലെങ്കിൽ അതിനെ കൂട്ടാൻ ശ്രമിക്കുകയോ ചെയ്താൽ അതെത്ര നഷ്ടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓരോ വിശുദ്ധന്മാരും തിരുവചനം കേൾക്കുമ്പോൾ ഇത് വളരെ ഗൗരവമായി മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ജീവിക്കുന്നില്ല എങ്കിൽ നമുക്ക് നിത്യതയോടുള്ള ബന്ധത്തിൽ ഭയങ്കര നഷ്ടം ഉണ്ടാകാൻ പോവുകയാണ്. ഓരോരുത്തരുടെ ജീവിതത്തിൽ താൻ ദൈവത്തിൽ നിന്നും പ്രാപിച്ചതെല്ലാം നമ്മൾ 1 കൊരിന്ത്യർ 11:23 വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 11:23 ഞാൻ ദൈവത്തിൽ നിന്നും പ്രാപിക്കുകയും നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തെന്നാൽ. അപ്പോൾ ദൈവത്തിൽ നിന്നും പ്രാപിച്ചതാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ ഏൽപ്പിക്കണം, മറ്റുള്ളവർക്ക് പകരണം. എല്ലാ വിശുദ്ധന്മാരോടും ഞാൻ പറയട്ടെ ദൈവമക്കളെ, നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ, ഓരോ ദിവസവും കേൾക്കുന്ന വചനങ്ങൾ, അത് കേൾക്കാൻ കഴിയാതെ പോയ കൂട്ടുവിശ്വാസികളോടും മറ്റുള്ളവരോടും അത് നിങ്ങൾ ഷെയർ ചെയ്യണം, അത് നിങ്ങൾ പങ്കുവയ്ക്കണം. അങ്ങനെ നിങ്ങൾ പങ്കുവയ്ക്കുന്നില്ല എങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നില്ല. അത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യും. അതിനൊരു വലിയ ദൃഷ്ടാന്തമാണ് ഇസ്രായേലിലുള്ള 2 സ്രോത് വെള്ളത്തിൻ്റെ. ഒന്ന് ഡെഡ് സീ എന്ന് പറയുന്ന മൃതസമരം അല്ലെങ്കിൽ ചെങ്കടൽ, മറ്റൊന്ന് യോർദാൻ നദിയുടെ ഒരു പ്രത്യേകത, അവിടെ വന്നു ചേരുന്ന വെള്ളം അനേക ചെറുവഴികളായി ഒഴുകിക്കൊണ്ടിരിക്കുക. നോക്കുക, യോർദാനിലേക്ക് വരുന്ന വെള്ളമെല്ലാം അനേക ചെറുവഴികളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്തുണ്ട്? യോർദാനിൽ ധാരാളം മത്സ്യമുണ്ട്, യോർദാൻ നദിക്കരയിലെല്ലാം പച്ചപ്പുണ്ട്, വൃക്ഷങ്ങളുണ്ട്, എല്ലാമുണ്ട്. എന്നാൽ ഈ മൃതസാഗർ അല്ലെങ്കിൽ ചെങ്കടൽ, അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒന്ന് ആ വെള്ളത്തിൽ, ആ സമുദ്രത്തിൽ ഒരൊറ്റ മത്സ്യം പോലുമില്ല. നോക്കുക, അതിൻ്റെ തീരങ്ങളിൽ പച്ചപ്പില്ല, ഒരു വൃക്ഷമില്ല. നോക്കുക പ്രിയമുള്ളവരെ, എന്തുമാത്രം വ്യത്യാസമാണെന്ന് നോക്കി. ഇത് ദൈവവചനം കേട്ടിട്ട് അത് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുന്ന ഒരു വ്യക്തിയും കേട്ടിട്ട് പങ്കുവയ്ക്കാതിരിക്കുന്ന ഒരു വ്യക്തിയെയും സാദൃശീകരിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ദൃഷ്ടാന്തം തന്നെയാണ്. അവരെ കൊണ്ട് മറ്റുള്ളവർക്കൊരു പ്രയോജനവുമില്ല, അവിടെ ദൈവനാമം മഹത്വപ്പെടുന്നില്ല. ചിന്തിക്കുക, ആരെങ്കിലും വന്ന് നമ്മളോട് ഈ സുവിശേഷം പറഞ്ഞതുകൊണ്ടല്ലേ നമ്മളിത് കേൾക്കുവാനും അത് വിശ്വസിക്കുവാനുള്ള ദൈവകൃപ ലഭിക്കുവാനും രക്ഷിക്കപ്പെടുവാനും ഇടയായിത്തീർന്നത്? ഈ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വലിയ ദൗത്യമുണ്ട്. ഈ ദൗത്യത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടം, വലിയ തീരാ നഷ്ടമുണ്ടാകും. ഇവിടെ പൗലോസ് പറയുന്നത് എന്താ അറിയോ? ഞാനൊരു പാനീയ യാഗമായി ഞാൻ ഒഴിക്കപ്പെടുകയാണ്.
നമ്മുടെ ദൈവത്തിന് ഏറ്റവും സുഗന്ധദായകമായിരിക്കുന്ന തൻ്റെ ജീവിതം മുഴുവൻ പൂർണ്ണമായും പരിശോധിച്ചിട്ട് പറയുക, എനിക്കെല്ലാ നിലയിലും എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് എനിക്ക് കഴിഞ്ഞു. എൻ്റെ ജീവിതം ദൈവത്തിന് സുഗന്ധം വരുത്തുന്നതായിരുന്നു. ദൈവത്തെ എനിക്ക് എല്ലാ നിലയിലും മഹത്വപ്പെടുത്തുവാനായിട്ട് എനിക്ക് കഴിഞ്ഞു. എത്ര അനുഗ്രഹീതമായ സാക്ഷ്യമാണ്. രണ്ടാമത് താൻ പറയുന്നത്, താൻ നല്ല പോർ പൊരുതിയെന്ന. നല്ല പോർ പൊരുതി. നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവർ, എല്ലാ ദൈവമക്കളും ഒരു കളിക്കളത്തിലല്ല, പോർക്കളത്തിലാണ്, യുദ്ധക്കളത്തിലാണ് എന്ന കാര്യം നാം ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ യുദ്ധക്കളത്തിൽ എങ്ങനെയാണ് യുദ്ധ ഫീൽഡിലൊക്കെ ആയിരിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല കേട്ടോ. യുദ്ധക്കളത്തിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ചിലരൊക്കെ ആർമിയിൽ നിന്നുള്ളവരും കാണും. ആർമിയിലുള്ളവരും എല്ലാവരും യുദ്ധക്കളത്തിൽ പോയിട്ടുണ്ടാകുകയില്ല. എന്നാൽ യുദ്ധക്കളത്തിലെ അനുഭവം മറ്റുള്ള സാമാന്യ നിലയിലുള്ള ഒരു അനുഭവത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് യുദ്ധക്കളത്തിലായിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശാന്തി സേനയുടെ ഒരു ഭാഗമായി ഏകദേശം 11 മാസം അതിൽ പ്രവർത്തിക്കുവാനായിട്ട് പൂർണ്ണമായും യുദ്ധക്കളത്തിലായിരിക്കാൻ എനിക്കിടയായിട്ടുണ്ട്. അതുകൊണ്ട് യുദ്ധക്കളം എന്ന് പറയുമ്പോൾ അതിൻ്റെ വലിയ ആ ഭയാനകത അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞു. അപ്പോൾ ആ അനുഭവം ഇല്ലാത്തതോടെ ഞാൻ പറയട്ടെ, നമ്മളൊരു യുദ്ധക്കളത്തിലായിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കാടുകളും മേടുകളും എല്ലാം കടന്നു പോകണം. അവിടെ വന്യമൃഗങ്ങളുണ്ട്, അവിടെ പല നിലയിലുള്ള ജീവികളുണ്ട്. ജോക്കെന്നൊക്കെ പറയുന്ന ചില ജീവിയുണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മുഴുവൻ രക്തം കുടിക്കും, എന്നിട്ട് രക്തം വാർന്നുകൊണ്ടിരിക്കും. അങ്ങനെയും മരണം സംഭവിക്കാം. അത് പിടിച്ചു കഴിഞ്ഞാൽ അത് അറിയില്ല. കാലൊക്കെ ഇങ്ങനെ വല്ലാതെ വഴുതുമ്പോഴായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത്, എന്നാ ഇത്രമാത്രം പശപശപ്പ്, നമ്മൾ തന്നെ ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുക, നമ്മൾ അറിയുന്നില്ല. മനസ്സിലാക്കണം. അവസാനം അങ്ങനെയുള്ള രീതിയിൽ ആൾക്കാർ ബോധരഹിതരായി വീണ് മരിക്കാറുണ്ട്. ചിന്തിക്കുക. പിന്നെ ശത്രു ഏത് നിലയിലും ഏത് സമയത്തും അറ്റാക്ക് ചെയ്യാം. നമ്മൾ എത്രമാത്രം അലാട്ടായിരിക്കണം. ഒരു യുദ്ധക്കളത്തിലായിരിക്കുന്ന ഒരു വ്യക്തി ഏതെല്ലാ നിലയിൽ അലാട്ടായിരിക്കണം. നമ്മുടെ ആത്മീയ ജീവിതത്തിലുള്ള ഈ യുദ്ധക്കളത്തെക്കുറിച്ച് നമ്മൾ വളരെ ബോധവാന്മാരായിരിക്കണം. അപ്പം ഞാൻ നല്ലൊരു പോർ പൊരുതി. നോക്കണം, ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാച് നമ്മുടെ ശത്രുവായി നിൽക്കുക. നമ്മളെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യുവാൻ, നശിപ്പിക്കുവാൻ പിശാച് വളരെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മളറിയാം, നമ്മളായിരിക്കുന്ന ഈ ശരീരം എപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഓട്ടത്തിന് ഒരു തടസ്സമാണ്. ചിലപ്പോൾ ഈ ശരീരത്തിൽ എന്തെങ്കിലും രോഗങ്ങൾ കടന്നു പിടിക്കാം. നമുക്കറിയാം 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 9 വരെ വായിക്കുമ്പോൾ, 2 കൊരിന്ത്യർ ചാപ്റ്റർ 12 വേഴ്സ് 7-9, പൗലോസ് തൻ്റെ ജീവിതത്തിൽ താൻ എന്ത് രോഗമായിരുന്നു എന്ന് എഴുതിയിട്ടില്ല എങ്കിൽ തന്നെയും താൻ ഒരു വളരെ വേദനയിലൂടെ, വളരെ ബുദ്ധിമുട്ടിലൂടെ താൻ ഓടുകയാണ്. അപ്പോൾ ഈ ബുദ്ധിമുട്ടൊന്ന് മാറിക്കിട്ടുവാനായിട്ട് ദൈവത്തോട് 3 വട്ടം പ്രാർത്ഥിച്ചു. എന്നാൽ കർത്താവ് തൻ്റെ ആ ദുഃഖം, ആ വേദന താൻ എൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റിയില്ല. എന്ന് പറഞ്ഞെന്തുവാ? എൻ്റെ കൃപ നിനക്ക് മതി. പ്രിയമുള്ളവരെ, അത് വളരെ വിലപ്പെട്ടൊരു കാര്യമല്ലേ? ഞാൻ ആ വാക്യം ഞാനൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ അതിൻ്റെ 12-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുക പ്രിയമുള്ളവരെ, ദൈവം എൻ്റെ ദാസനിൽ നിന്നും ആ വേദന, ആ പ്രയാസം മാറ്റിയില്ല. അനേക വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില ശൂലം ദൈവം വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ തളർത്താൻ ഒരിക്കലും അതിന് കഴിയില്ല. അതിനപ്പുറമായിട്ട് ദൈവം തൻ്റെ കൃപ അവരുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുക. നമ്മൾ ചിന്തിക്കണം. അപ്പം ഈ ഓട്ടക്കളത്തിൽ ചിലർക്ക്
ഒരു കൂട്ടായ്മ നഷ്ടപ്പെടുത്താൻ ചെറിയൊരു പനി, അല്ലെങ്കിൽ ഒരു തലവേദന, അല്ലെങ്കിൽ ഒരു പല്ലുവേദന, അല്ലെങ്കിൽ ഒരു നടുവേദന, ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഈ ജഡം എപ്പോഴും ആത്മാവിനെതിരെ പോരാടുന്ന ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ ജഡത്തെ അനുസരിച്ച് നമ്മൾ നീങ്ങരുത്. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവ് എന്നെ ബലപ്പെടുത്തും, എന്നെ ശക്തീകരിക്കും. നമ്മൾ കർത്താവിലേക്ക് ആശ്രയിച്ച് നമ്മൾ ദൈവത്തിലേക്ക് പോയാൽ, ഞാൻ പറയട്ടെ, ചിലപ്പോൾ ദൈവത്തിലേക്ക് ചെല്ലുമ്പോൾ അന്ന് കേൾക്കുന്ന വചനത്തിലൂടെ തന്നെ ദൈവം നമ്മളോട് ഇടപെടുകയും നമ്മൾ പൂർണ്ണ സൗഖ്യത്തോടെ ഭവനത്തിലേക്ക് വരുവാനിടയാകുകയും ചെയ്യും. രോഗിയായി അല്ലെങ്കിൽ ക്ഷീണിതനായി കടന്നു പോയിട്ടുള്ള അനേക അവസരങ്ങളിൽ കർത്താവിനെ മഹത്വപ്പെടുത്തി മടങ്ങി വരുമ്പോൾ ആ ക്ഷീണമെല്ലാം മാറിയ അനുഭവം അനേക വട്ടങ്ങൾ ജീവിതത്തിൽ എനിക്ക് അനുഭവമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു കൂട്ടായ്മയിൽ നിന്നും ഞാൻ അകന്നു നിന്നിട്ടില്ല. ദൈവത്തിൻ്റെ കൃപയാൽ അത് കർത്താവിനോടുള്ള ആ കൂറുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കഴിയൂ. അപ്പോൾ ഈ ശരീരം എപ്പോഴും നമ്മുടെ ആത്മീയ മുന്നേറ്റത്തിന് വളരെ തടസ്സമാണ്. ചിലപ്പോൾ ഈ ശരീരത്തിൽ നീളമുണ്ടാകാം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 9:27 പൗലോസ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. നോക്കുക, ദൈവവചനത്തോടുള്ള അനുസരണക്കേടിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ശരീരത്തിൽ കണ്ടാൽ അതിനെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നമ്മൾ കർത്താവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല പ്രിയമുള്ളവരെ, നമുക്ക് ഈ ശരീരത്തിലും അനേക കഷ്ടങ്ങൾ നമ്മൾ സഹിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയൂ. നമ്മൾ ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം 29-30 വാക്യം വായിക്കുമ്പോൾ ഞാൻ വായിക്കാം. അത് ദൈവം തന്നെ വെച്ചതാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. നിങ്ങൾ എങ്കിൽ കണ്ടതും ഇപ്പോൾ എന്നെക്കുറിച്ച് കേട്ടതുമായ അതേ പോരാട്ടം നിങ്ങൾക്കും ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എങ്കിൽ കണ്ടതും പൗലോസ് തൻ്റെ ജീവിതത്തിൽ തന്നെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് താൻ അനേക കഷ്ടങ്ങളിലൂടെ പോകുമ്പോഴും തൻ്റെ ശുശ്രൂഷയ്ക്കൊരു വിഘ്നം വരുവാൻ താൻ സമ്മതിച്ചില്ല. ഇത് ഇന്നത്തെ തലമുറയിലും നമുക്കങ്ങനെ സാക്ഷിക്കാൻ കഴിയുമോ? ശാരീരികമായി പറഞ്ഞാൽ അനേക ക്ലേശങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എനിക്ക് പലപ്പോഴും കൂടുതൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയല്ല, അധികം നേരം ഇരിക്കാൻ പറ്റിയല്ല, അങ്ങനെ കാലിന് അധികമായ വേദനയും പ്രയാസമുണ്ട്. പക്ഷേ അതെല്ലാം വെച്ചുകൊണ്ട് കർത്താവിനെ സേവിക്കുവാൻ ഇതുവരെയും ഒരു തടസ്സവും കൂടാതെ ഓടുവാൻ കർത്താവ് കൃപ ചെയ്തു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, നമുക്കെല്ലാം അനുകൂലമായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർത്താവിനെ ശുശ്രൂഷിക്കും, പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷിക്കും നിത്യതയിൽ അതിൻ്റെ വിലയ്ക്ക് വ്യത്യാസമുണ്ട്. ആ 2 ദ്രഹ്മ ഇട്ട വിധവയുടെ കാര്യം അറിയാമല്ലോ. കോടീശ്വരന്മാർ കോടികളിട്ടപ്പോൾ അവരേക്കാൾ അധികം ഇട്ടത് ആ വിധവയായിരുന്നു എന്ന് കർത്താവ് സാക്ഷിച്ചത് ഓർമ്മയില്ലേ? സ്വർഗത്തിലെ അളവ്, സ്വർഗത്തിലെ തൂക്കം, സ്വർഗത്തിലെ നോട്ടം, സ്വർഗത്തിൻ്റെതായിരിക്കുന്ന ആ ഇടപെടൽ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എത്ര വിലയില്ലാത്തത് നിസ്സാരമാണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മൾ ഓരോ കാര്യങ്ങളിലും അത് വിലപിടിപ്പുള്ളതായി തീരട്ടെ. അതെല്ലാ നിലയിലും കർത്താവിന് മഹത്വം കയറ്റുന്നതായിരിക്കട്ടെ പ്രിയമുള്ളവരെ. കാരണം ഓരോ ദിവസവും നമ്മൾ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുക. കർത്താവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ കർത്താവിനെ സ്നേഹിപ്പാനും സേവിപ്പാനും കർത്താവിനെ മഹത്വപ്പെടുത്താനും ഇനിയുണ്ട്. ഞാൻ നല്ല യുദ്ധം എന്നുള്ള കാര്യം നാളെ വീണ്ടും ആവർത്തിക്കുന്നതാണ്. ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഭാഗം, ഈ ശരീരം എന്നുള്ള കാര്യം, ഇതല്ലാതെ മറ്റ് പല യുദ്ധങ്ങളുണ്ട് നമുക്ക്. അതിനെക്കുറിച്ച് സമയം ഇപ്പോൾ അധികമായതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. കർത്താവ് സഹായിച്ചാൽ, കർത്താവ് വന്നില്ല എങ്കിൽ നാളെ അവസരം തന്നാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാം. പൗലോസ്ലീഹായുടെ സാക്ഷ്യത്തിൻ്റെ ബാക്കി പത്രവും നമുക്ക് ബാക്കിയുണ്ടല്ലോ, അതെല്ലാം നമുക്ക് ചിന്തിക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് കേൾവിക്കാരായ നിങ്ങളെല്ലാവരെയും ധാരാളം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.